ആലിൻ ഷിറിൻ ഇബ്രാഹിമിൻ്റെ സംസ്കാരം നാളെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ സെൻറ് തോമസ് സെമിത്തേരിയിൽ നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മല്ലപ്പള്ളിയിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. വിഷ്ണു, ആ കുഞ്ഞ് നമ്മുടെ മനസ്സിൽ തുടിക്കുന്ന ഒരു സങ്കടക്കടലായിട്ട് മാറുകയാണ്. ഗുഡ് മോർണിംഗ്. പുതുചരിത്രം രചിച്ചാണ് ആലിൻ ഷിറിൻ നമ്മളോട് വിട പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷിറിൻ. ആ പേരിനപ്പുറത്തേക്ക് മറ്റ് പേരുകളൊന്നും ഇനി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആലിൻ്റെ 5 അവയവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കുന്നത്. കരള്, 2 വൃക്കകൾ, നേത്രപടലങ്ങൾ, അതോടൊപ്പം തന്നെ ഹൃദയവാൽവ് തുടങ്ങിയ 5 അവയവങ്ങളാണ് മാറ്റിവെക്കുന്നത്. ഇന്നലെ രാത്രി 7:15 കൂടിയാണ് ഇവിടെ നിന്ന് ആലിൻ്റെ അവയവങ്ങളുമായുള്ള ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് പാഞ്ഞത്. അത് ഏകദേശം 4.25 മണിക്കൂറോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തി അതിൻ്റെ ശസ്ത്രക്രിയ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കിംസിലും മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലും ഒക്കെയായി. വലിയ നോവാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ആലിൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ആലിൻ ആദ്യഘട്ടത്തിൽ ആ കുടുംബത്തിൻ്റെ മാത്രം നോവായെങ്കിൽ പിന്നീട് അത് കേരളം മൊത്തം ആലിനെയും ആ കുടുംബത്തെയും ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും കരുത്തുറ്റ അവരുടെ നിലപാട്, അവരുടെ കുടുംബത്തിൻ്റെ ആ സന്നദ്ധത, അതിലൂടെ 5 പേർക്കാണ്, ഒരു 6 മാസം പ്രായമായ കുഞ്ഞടക്കം 5 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. അതുകൊണ്ട് ആലിൻ്റെ ഓർമ്മകൾക്ക് ഒരു ഘട്ടത്തിലും മരണമില്ല. നാളെയാണ് ആലിൻ്റെ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മൃതദേഹം ഇന്നലെ ഇവിടെ നിന്ന് ഗാർഡ് ഓഫ് ഓണറിന് ശേഷം മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനു മുൻപ് പൊതുദർശനം ഉണ്ടാകും. ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതാപിതാക്കൾക്കൊക്കെ നേരിടുന്ന വേദന, അത് അങ്ങേയറ്റം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ വേദനകൾക്ക് നടുവിലും തങ്ങളുടെ കുരുന്ന് ഓമന അത് 5 പേരിലൂടെ അവർക്ക് മറ്റാർക്കെങ്കിലും ജീവൻ നൽകിക്കോട്ടെ എന്നൊരു തീരുമാനം അവരെടുത്തു. ആ മാതാപിതാക്കളുടെ തീരുമാനം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്തം പൂർണ്ണമായും സമൂഹത്തിനുണ്ട്, ആരോഗ്യവകുപ്പിനും എല്ലാവർക്കുമുണ്ട്. ഇന്നലെ തന്നെ അവരോട് സംസാരിക്കുന്നതും അവരെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളും ഒക്കെ കണ്ടതാണ്. നാടൊന്നാകെ ഇന്നലെ ആലിൻ്റെ ഈ അവയവങ്ങളുമായി കൊണ്ടുപോകുന്ന ആംബുലൻസിന് വഴിയൊരുക്കുന്നതും കണ്ടതാണ്. യഥാർത്ഥ ഒരു കേരള മോഡലായിരുന്നു ഇന്നലെ നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത്. എന്തായാലും വലിയ ദുഃഖത്തിലാണ് ആ നാടൊന്നാകെ. നാളെയാണ് ആലിൻ്റെ സംസ്കാരം നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇന്നലെ മൃതദേഹം അമൃത ആശുപത്രിയിൽ നിന്ന് മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയത്. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.